ഒരു മയ്യത്തിൻ്റെ കടം ഖബറടക്കുന്നതിന് മുന്നേ തന്നെ ബന്ധുക്കൾക്ക് പരിഹരിക്കൽ നിർബന്ധമാണോ? ചോദിച്ചിരിക്കുന്നത് ഒരു സഹോദരൻ മലപ്പുറത്ത് നിന്നുമാണ്. തീർച്ചയായിട്ടും നിർബന്ധമാണ്. അത് ചെയ്തു കൊടുക്കുക നമ്മുടെ ബാധ്യതയാണ്. അപ്പോൾ നമ്മൾ സാമ്പത്തിക ബാധ്യതകളും കടങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ ബന്ധുക്കളോട് വളരെ വേണ്ടപ്പെട്ടവരോട് പറയുകയും എഴുതി വെക്കുകയൊക്കെ ചെയ്യണം. ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്കിത് നാളെ ഒരു സമയത്ത് അള്ളാഹിൻ്റെ കോടതി കണക്ക് പറയേണ്ടതായി വരും. നമുക്ക് സമാധാനം ലഭിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അത് എഴുതി വെക്കുകയോ വേണ്ടപ്പെട്ടവരെ അറിയിക്കുകയോ ചെയ്യണം. ജീവിച്ചിരിക്കുന്ന ബന്ധുക്കൾ ഖബറിലേക്ക് മയ്യത്ത് ഇറക്കി വെക്കുന്നതിന് മുമ്പ് അതിനൊരു പരിഹാരം കാണണം. അതുകൊണ്ടാണ് പള്ളിക്കകത്ത് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇമാമ് പറയുമല്ലോ, എന്തെങ്കിലും ബാധ്യത ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് കൊടുക്കും. ചിലപ്പോൾ പൊരുത്തപ്പെട്ട് കൊടുക്കാൻ പറ്റാത്ത വലിയ ബാധ്യതകളായിരിക്കാം. അപ്പോൾ ആ മക്കളെയൊക്കെ വിളിച്ചിട്ട് പറയണം, ഇങ്ങനെ വാപ്പ ഒരു ഇടപാട് നടത്തിയിട്ടുണ്ട്, തൽക്കാലം കബറടക്കമൊക്കെ നടക്കട്ടെ, വളരെ പെട്ടെന്ന് അതിനൊരു തീരുമാനം ആക്കി കൊടുക്കലും മക്കൾക്ക് നിങ്ങൾ പൊരുത്തപ്പെടണം, 2 മാസം കൊണ്ട് നമ്മൾ പൈസ തരാമെന്നൊക്കെ മക്കൾ പറഞ്ഞ് സമാധാനപ്പെടുത്തിയില്ലെങ്കിൽ ഈ ഖബറാളിക്ക് അള്ളാഹിൻ്റെ അടുത്തുനിന്ന് പൊറുക്കൽ കിട്ടൂല. അള്ളാഹു കാക്കട്ടെ. ഭർത്താവ് മരണപ്പെട്ടാൽ ഇരിക്കേണ്ടുന്ന ഇദ്ദ ഇന്ന് സ്ത്രീകൾ ഗൗരവത്തോടെ കാണാറില്ല. ഇത്തരം നിയമങ്ങളെക്കുറിച്ച് മഹത്തുക്കളിൽ ബോധവൽക്കരണം അനിവാര്യമല്ലേ? ചോദിച്ചിരിക്കുന്നത് ഒരു സഹോദരിയാണ് പാലക്കാട് നിന്നും. തീർച്ചയായിട്ടും വളരെ നല്ല ചോദ്യമാണ്. നമ്മുടെ മഹല്ലുകാർ ചെയ്യാത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പെൺകുട്ടികളും സ്ത്രീകളും ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ നമ്മൾ നിസ്സാരമായി കാണുന്നു എന്നത്. ഞാൻ ഈ അടുത്ത സമയത്ത് നമ്മൾ ജമിയത്തുൽ ഉലമ സമസ്തയുടെ കീഴിൽ സാലിം ഫീസി കൊളത്തൂരിനെ കൊണ്ട് പനവൂർ HI ഓഡിറ്റോറിയത്തിൽ ഒരു ക്ലാസ് വെച്ചിരുന്നു. 100 കണക്കിന് പെൺകുട്ടികളാണ് വന്നത്. വൈകുന്നേരം ക്ലാസ് കഴിയുമ്പോൾ ആ പെൺകുട്ടികൾ ഉമ്മയെ കാണാൻ വേണ്ടി കൊതിക്കുകയാണ്. കാരണം ഉമ്മയുടെ മഹത്വം ഉപ്പാടെ മഹത്വമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഈ മക്കൾക്ക്. വൈകുന്നേരം അവരെ സ്വീകരിക്കാൻ വേണ്ടി ഉമ്മമാരെ അരമണിക്കൂർ മുമ്പ് വരാൻ ഞങ്ങൾ പറഞ്ഞിരുന്നു. അവരെ കൂടി പെൺകുട്ടികളുടെ ഇടയിലേക്ക് ഇരുത്തിയപ്പോൾ കൂട്ടക്കരച്ചിലായിരുന്നു. മാതാവിനോട് ഈ കാലം വരെ ചെയ്ത എല്ലാ അപരാധങ്ങളും ഏറ്റുപറയുന്ന. ഇതൊക്കെ നമ്മുടെ മഹല്ലുകൾ ചെയ്യേണ്ട കാര്യമാണ്. മക്കളുടെ മനസ്സ് മാറ്റിയെടുക്കുക. സ്ത്രീകൾ ഭർത്താവിനോടുള്ള മക്കളോടുള്ള കടമ, ഭർത്താവ് മരിച്ചാൽ ചെയ്യേണ്ട, ഇതൊക്കെ ആർക്കും അറിയാത്ത രീതിയിൽ അതപ്പതിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഗുണവും അതിൻ്റെ ഗൗരവവും അതിൻ്റെ വിശദീകരണവും മഹല്ലടിസ്ഥാനത്തിൽ നടത്തി കൊടുക്കണം. പറ്റുന്ന വിധത്തിൽ ഞങ്ങളൊക്കെ അൽ ജവാബിലും അൽ ബയാനിലും പ്രഭാഷണത്തിലും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും. സ്ത്രീകളെ മുമ്പിലിരുത്തി സ്ത്രീകളാൽ അവതരിപ്പിക്കപ്പെടുന്ന വലിയ സദസ്സ് മഹല്ലുകളിൽ ഉണ്ടാവട്ടെ. അതിനെല്ലാ സപ്പോർട്ടും പ്രാർത്ഥനയുമുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.